9 വരെ. 10ാമത്തെ ശ്ലോകം നോക്കാം. വളരെ പ്രധാനപ്പെട്ട ശ്ലോകം. ഒന്നൊരു ബോക്സിലിട്ട് വെച്ചോളൂ. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മിക്കേണ്ട ശ്ലോകങ്ങൾ. സഹ യജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യദ്വം ഏഷവോത്യുഷ്ടകാമതുക്. പ്രജാപതി പണ്ട് യജ്ഞത്തോടു കൂടി മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് അവരോട് പറഞ്ഞു, ഇതുകൊണ്ട് നിങ്ങൾ അഭിവൃദ്ധിയെ പ്രാപിക്കട്ടെ. ഇത് നിങ്ങളുടെ ഇഷ്ടങ്ങളെയെല്ലാം പ്രദാനം ചെയ്യുന്ന കാമധേനുവാകട്ടെ. ഇതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇത് എന്ന് പറഞ്ഞാൽ യജ്ഞഭാവന, യജ്ഞം, കർമ്മങ്ങളെ യജ്ഞമാക്കി മാറ്റുന്നതിനെ കുറിച്ചാണ് അധ്യായം പറയുന്നത്. കർമ്മയോഗം, കർമ്മങ്ങൾ എങ്ങനെ യജ്ഞമാക്കണം, അപ്പോഴേ ചിത്തശുദ്ധി ഉണ്ടാവുന്നുള്ളൂ. ഭഗവാൻ ഇവിടെ പറയുന്നു, ഈ സൃഷ്ടിയുടെ അടിസ്ഥാനം തന്നെ യജ്ഞഭാവനയാണ്. സഹയജ്ഞ പ്രജാ സൃഷ്ട്വ പുരോവാച പ്രജാപതി. പ്രജാപതി എന്ന് പറഞ്ഞാൽ പുരാണത്തിലെ കഥാപാത്രങ്ങളെ എടുത്തിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ ബ്രഹ്മാവ് സൃഷ്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് മനുഷ്യന്മാരോട് പറഞ്ഞു, ഈ യജ്ഞഭാവനയെ നിലനിർത്തും, ഇതുകൊണ്ടേ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്താണ് യജ്ഞഭാവന? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. യജ്ഞഭാവന എന്താണ്? 4 കാര്യങ്ങൾ ചേരുമ്പോൾ യജ്ഞഭാവനയാൻ പറഞ്ഞു. ആർക്ക് ഓർമ്മയുണ്ടോ? അവയെ മറച്ചു നോക്കിക്കോളൂ. നോക്കിയില്ലേ സാധനങ്ങൾ അതിനകത്ത് ഇതൊക്കെ കയറിയിരിക്കും. 4 കാര്യങ്ങൾ ചേരണം. നിസ്വാർത്ഥത, പിന്നെ ത്യാഗമനോഭാവം വേണം. പൊതു നന്മയ്ക്കും അവനവനും സമൂഹത്തിനും ഗുണം ചെയ്യണം, നിസ്വാർത്ഥമായിരിക്കണം, ഈശ്വര സമർപ്പണം വേണം. ഇതൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ കർമ്മവും ഈശ്വര പൂജയായിട്ട് മാറും. ചായ ഉണ്ടാക്കുന്നതും ചോറുണ്ടാക്കുന്നതും വരെ പൂജയായിട്ട് മാറും. ഇതാണ് ആകെ കൂടി ഇത്രേ പറഞ്ഞുള്ളൂ ഭഗവത്ഗീതയിൽ. ജീവിതം യജ്ഞമാക്കി മാറ്റാൻ ഭഗവാൻ പറയുന്നു. ഇവിടെ പ്രജാപതി പറയുന്നു, ഈ ഒരു യജ്ഞഭാവന സൃഷ്ടിയിൽ മുഴുവൻ കാണാം. നിസ്വാർത്ഥമായിട്ടുള്ള ജീവനം. മനുഷ്യന് മാത്രമേ സ്വാർത്ഥതയുള്ളൂ. മൃഗങ്ങൾക്കൊക്കെ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്, അതുപോലെ അവരുടെ ഇൻസ്റ്റിങ്ക്റ്റ് പറയില്ല, അതുപോലെ അവർ ജീവിച്ചു പോകും മൃഗങ്ങൾ. മനുഷ്യന് മാത്രമേ കർമ്മങ്ങളെ വേണോ വേണ്ട, ധർമ്മം അധർമ്മം എന്ന വിധത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. വിവേകബുദ്ധി അത് മനുഷ്യനുള്ളൂ. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴോട്ട്, അതോടുകൂടി ജീവിച്ചാൽ മുന്നോട്ട്. അപ്പം ഇവിടെ ആദ്യത്തെ ഉപദേശം തന്നെ കിട്ടിയത് യജ്ഞഭാവന നിലനിർത്തണം. അത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടണം. മറ്റുള്ളവരും കൂടി വളരുന്ന വിധത്തിൽ വേണം നമ്മളുടെ കർമ്മങ്ങൾ. വളരുക എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ എടുത്ത് കൊടുക്കണം എന്നല്ല, അവർക്കും ആധ്യാത്മികമായ ഉന്നതി, മനഃശാന്തി ഉണ്ടാവണം. പണ്ട് ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇടിച്ച് തകർത്ത സമയത്ത് അവരത് ദൈവത്തിന് വേണ്ടി, അത് ചെയ്തവർ പറഞ്ഞു ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തു എന്നാണ്. അപ്പോൾ അത് ഭയങ്കര സംശയം എനിക്ക്. അത് ശരിയാണല്ലോ, അത് ഈശ്വര സമർപ്പണത്തിന് വേണ്ടിയിട്ടാണ്. ഇത്രയും ആൾക്കാർ മരിച്ചു, ഏകദേശം 10,000-3000 ആൾക്കാർ മരിച്ചു. അപ്പോൾ അത് ഭയങ്കര സംശയം എൻ്റെ മനസ്സിൽ, ഇതെങ്ങനെയാവും. അപ്പോൾ ഞാൻ പോയിട്ട് നമ്മുടെ സ്വാമിയോട് ചോദിച്ചു, ഇതിനെ കർമ്മയോഗത്തിൻ്റെ ഇതിലെങ്ങനെയൊന്ന് വിശദീകരിച്ച് തരിക സ്വാമി. ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കൊന്നു, എന്നിട്ട് ദൈവത്തിന് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞു. അപ്പം സ്വാമിജി പറഞ്ഞു ഉത്തരം, ഈ ചെയ്ത കർമ്മങ്ങളുടെ അനന്തരഫലം എന്തൊക്കെയായിരുന്നു? അതൊക്കെ കർമ്മം ചെയ്തു, ഇടിച്ചു പൊളിച്ചു എല്ലാം, പക്ഷെ അതിൻ്റെ അനന്തരഫലം എന്താ ഉണ്ടായത്? ലോകത്തിൽ മുഴുവൻ അശാന്തി. അന്ന് തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ. ലോകം മുഴുവൻ ഇപ്പോഴും അതിൻ്റെ എഫക്ട്സ് നടന്നുകൊണ്ടിരിക്കും. യുദ്ധം, കലഹം, വെറുപ്പ്, വിദ്വേഷം. ഒരു കൂട്ടം ആൾക്കാരെ കണ്ടുവിടാണ്ടായി. വെറുപ്പ് വരുന്ന വിധത്തിലായി അവരുടെ പെരുമാറ്റം. അവരെത്രത്തോളം വെറുപ്പിക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം അവർ ദൂരേക്ക് പോയി. യജ്ഞഭാവന നഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഈശ്വരാർപ്പണം ഇല്ലായിരുന്നു. അത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി, ഇല്ലെങ്കിൽ ആ തത്വങ്ങളെ തെറ്റായി ധരിച്ച് മനസ്സിലാക്കിയതിൻ്റെ ഫലമായിട്ട് അതുണ്ടായിരുന്നു. അതൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അത് കർമ്മയോഗം ആയിട്ടില്ല. പറഞ്ഞത് യോഗങ്ങളൊക്കെ ആണെങ്കിൽ കൂടി നമ്മൾ എന്തൊക്കെ ചെയ്യുമ്പോഴും ഇതും കൂടി ആലോചിക്കണം. യജ്ഞഭാവനയുണ്ടോ? യജ്ഞഭാവന അവനവനും ഗുണം വേണം, മറ്റുള്ളവർക്ക് ഗുണം വേണം, ഈശ്വരാർപ്പണമായിരിക്കണം. എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ അതിലുണ്ടാവരുത്. എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്യുന്നു. ഇപ്പം വലിയൊരു പരിപാടിയൊക്കെ നടത്തി, ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നൊരു പരിപാടി നടത്തി കഴിഞ്ഞു. എന്നിട്ട് അതിൻ്റെ പിന്നാലെ എന്നെ ആരും മാനിച്ചില്ല, എന്നെ ആരും ഷോളിട്ട് പൂജിച്ചില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞഭാവനയില്ല. അതിൽ ചെയ്തതൊക്കെ കാര്യം ശരി തന്നെയാണ്, പുണ്യകർമ്മങ്ങളും അന്നദാനങ്ങളൊക്കെ തന്നെയാണ് ചെയ്തത്. പക്ഷേ ഈ വ്യക്തിയുടെ മനസ്സിൽ
എന്തായിരുന്നു? അഹങ്കാരം, ഈഗോ ബൂസ്റ്റപ്പായിരുന്നു. യജ്ഞഭാവനയായിട്ടില്ല അതിൽ. ആ കർമ്മം പിന്നീട് ദോഷങ്ങളുണ്ടാക്കും. നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഇങ്ങനെയുണ്ട്. ചിലർ നിങ്ങൾക്ക് നല്ല വഴി കാണിച്ചു തരാം, നല്ല വഴി കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഓരോ മതചിഹ്നങ്ങളായിട്ട് വീട്ടിൽ കയറി വരും. ഞങ്ങളിലേക്ക് വരൂ, ഞങ്ങളാണ് രക്ഷകർ. അവർ നമ്മളെ രക്ഷിക്കാനല്ല വരുന്നത്. അവരെ പറഞ്ഞ് പഠിപ്പിച്ചെന്താണ്? നാലാളെ മതം മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. അപ്പോൾ അയാൾ നമുക്ക് സ്വർഗം കിട്ടാനാണോ വന്നത്, അവർക്ക് സ്വർഗം കിട്ടാനാണോ വന്നത്? അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചിത്തശുദ്ധി ഉണ്ടാവും, നമ്മൾ സ്വർഗത്തിലാണ്. നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ ചെന്നെത്തേണ്ട ഒരു സ്റ്റോപ്പല്ല സ്വർഗം. ജീവിച്ചിരിക്കുന്ന സ്ഥലം സ്വർഗമാക്കി മാറ്റുക, അതാണ് നമ്മളുടെ ദർശനങ്ങൾ. എപ്പോഴും ഓർമ്മിക്കണം. സഹയജ്ഞം, ഈ യജ്ഞഭാവന. സൂര്യൻ ഉദിക്കുന്നത് സൂര്യന് വേണ്ടിയല്ല, നദി ഒഴുകുന്നത് നദിക്ക് വേണ്ടിയല്ല, വൃക്ഷങ്ങൾ കായ്ക്കുന്ന വൃക്ഷത്തിന് വേണ്ടിയല്ല. പ്രകൃതിയിലെല്ലാം ഇതാ ഉള്ളത്. മനുഷ്യൻ മാത്രമുള്ളൂ അവൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ബാങ്കിൽ കൊണ്ടുപോയിടും, ഇവിടുന്ന് എടുത്ത് ബാങ്കിൽ കൊണ്ടുപോയിടും. 7 തലമുറയ്ക്കുള്ളത് സമ്പാദിച്ച് വെക്കും, ബാക്കിയുള്ളവനെ പറ്റിച്ചിട്ട് സമ്പാദിക്കുന്നത്. ഏതെങ്കിലും മൃഗം LIC പോളിസി എടുത്ത് കേട്ടുണ്ടോ? ആലോചിച്ചോ? അവർക്കെങ്ങനെ ദൈവം അവരെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്? വിശക്കുമ്പോൾ തിന്നണം, അല്ലേ കിടന്നുറങ്ങണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. നമ്മളൊക്കെ കുറേ തെറ്റായിട്ട് ധരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന എന്താണ്? ഈ കിട്ടിയിരിക്കുന്ന ബുദ്ധിയെ, കഴിവിനെ, അവസരത്തിനെ യജ്ഞഭാവനയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് മാത്രമേ പുരോഗതിയുള്ളൂ. ഇവിടെ എടുത്തു പറഞ്ഞു, ഈ അഭിവൃദ്ധി, യജ്ഞം കൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കട്ടെ. ഇത് നിങ്ങളുടെ ഇഷ്ടങ്ങളെയെല്ലാം പ്രദാനം ചെയ്യുന്ന കാമധേനുവാകട്ടെ. കാമധേനു ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു തരുന്ന ധേനുവാണ് കാമധേനു. കാമധേനു എന്ന് പറഞ്ഞാൽ അവനാൻ്റെ ഉള്ളിൽ തന്നെയാണ്. നമ്മളുടെ സങ്കല്പ ശക്തിയാണ് കാമധേനു പറഞ്ഞത്. അത് അങ്ങനെ ഒരു പശുവൊന്നുമില്ല. പുരാണങ്ങളിൽ ഇതൊക്കെ ഈ തത്വങ്ങളെ മുഴുവൻ കഥാപാത്രങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനെ ഇപ്പോൾ കാമധേനു പറഞ്ഞാൽ എല്ലാവരും മനസ്സിൽ കാമധേനു, ബ്രഹ്മാവ് ഇതൊക്കെ വന്നു. കാരണം ഈ കഥ നമ്മൾ കേട്ട് ഉള്ളിലിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ബ്രഹ്മാവ് ആരാണ്, ഇത് നമ്മൾ അന്വേഷിച്ചിട്ടില്ല ഇതുവരെ. ഇല്ല, ബ്രഹ്മാവ് സൃഷ്ടിച്ചു എന്ന് പറയണം. അപ്പം ബ്രഹ്മാവ് സൃഷ്ടിച്ചു പറഞ്ഞാൽ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നതിൻ്റെ മുന്നേ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ബ്രഹ്മാവല്ലേ സൃഷ്ടി തുടങ്ങിയത്. പക്ഷെ ബ്രഹ്മാവ് എവിടെ നിന്നുണ്ടായി? ഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായി. അവിടെ ഒരു താമര വിരിഞ്ഞു, ആ താമരയിൽ ബ്രഹ്മാവുണ്ട്. അപ്പോൾ ഈ താമര ആര് സൃഷ്ടിച്ചു? അങ്ങനെ ഒരു ചോദ്യം വരും. പിന്നെ മൂപ്പര് ഇങ്ങനെ അനന്തശയനം, ക്ഷീരസാഗരം, ഇതാര് സൃഷ്ടിച്ചു? ബ്രഹ്മാവൊക്കെ അതിന് ശേഷമല്ലേ ഉണ്ടായത്. ഭഗവാന്റെ കയ്യിൽ ശംഖ്, ചക്ര, ഗദാപത്മങ്ങളൊക്കെ ഉണ്ട്, ഇതാര് സൃഷ്ടിച്ചു? ഇങ്ങനെ ചോദ്യം വരും. ഇത് ഭഗവാൻ ഇത് അനന്തൻ്റെ, അനന്തൻ ആര് സൃഷ്ടിച്ചു? അപ്പോൾ ബ്രഹ്മാവിൻ്റെ മുമ്പും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഹിന്ദുവിൻ്റെ ധർമ്മം എന്താ ചോദിക്കുക, ഇതാര് സൃഷ്ടിച്ചു? മറ്റു മതങ്ങളിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞ എൻ്റെ മനസ്സിൽ സാത്താൻ കയറി, ഇബിലീസ് കയറി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാൻ തോന്നുന്നത്, പറഞ്ഞങ്ങോട്ട് കേട്ടോളൂ. ഇവിടെ എങ്ങനെയല്ല പറയാം. മനസ്സിലാവാത്തത്, അറിയാത്തത് ചോദിക്കാം. സംശയമുണ്ടോ? സംശയങ്ങളെ ദൂരീകരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ഈ പറഞ്ഞ തത്വങ്ങളൊക്കെ സമഷ്ടി മനസ്സ്, എവിടുന്നാണോ സൃഷ്ടി ആരംഭിക്കുന്നതിന് സമഷ്ടി മനസ്സെന്ന് പറയാം. അതിനെ കഥാപാത്രമായിട്ട് പറയുന്നതാണ് ബ്രഹ്മാവ്. മനസ്സുണ്ടെങ്കിൽ സൃഷ്ടിയുള്ളൂ, മനസ്സില്ലാത്തപ്പോൾ സൃഷ്ടിയില്ല. നല്ല ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മനസ്സ് പ്രവർത്തിക്കുന്നില്ല, ബീജാവസ്ഥയിലാണ്, ചുരുങ്ങി വിത്തായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയം. ഒരനുഭവമില്ല, എല്ലാവരും വളരെ ഹാപ്പിയാണ്, നിശ്ചലാവസ്ഥ, നല്ല ഉറക്കത്തിൽ, സുഷുപ്തി. മനസ്സ് ആക്ടിവേറ്റ് ആവാൻ തുടങ്ങുമ്പോൾ ഒന്നുകിൽ നമ്മൾ സ്വപ്നത്തിലേക്ക് ഉണരും, ഇല്ലെങ്കിൽ ജാഗ്രത ഇതിലേക്ക് ഉണരും. അപ്പം മനസ്സാണ് സൃഷ്ടിയുടെ ആൾ. ഇങ്ങനെ എല്ലാ മനസ്സും കൂടി ചേരുന്നതിനാണ് സമഷ്ടി മനസ്സ് എന്ന് പറയുന്നത്. ഇത് ഓരോരുത്തരുടെ മനസ്സ് വെഷ്ടി മനസ്സ്. ഈ വെഷ്ടി സമഷ്ടി വാക്ക് ഓർമ്മിച്ചു. വെഷ്ടി എന്ന് പറഞ്ഞാൽ സിംഗിൾ യൂണിറ്റ്സ്. നമ്മുടെ ഓരോരുത്തരെയും മനസ്സ് വെഷ്ടി മനസ്സ്. എല്ലാം കൂടി ചേരുമ്പോൾ സമഷ്ടി മനസ്സ്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇവിടെ ഈ ഭൂമി മുഴുവൻ വായുവുണ്ട്, സമഷ്ടി വായു എന്ന് വിചാരിക്കാം. ഈ റൂമിനകത്തും വായുവുണ്ട്. അപ്പോൾ റൂമിനകത്തെ വായു വ്യഷ്ടിയെ ഒന്നിച്ച് ചേരുമ്പോൾ സമഷ്ടി. അപ്പോൾ ഇതിനകത്തെ വായു, ആ ടവറിലെ വായു, അത് അവിടുത്തെ വ്യഷ്ടി, ഈ ടവറിലെ വായു ഇവിടുത്തെ വ്യഷ്ടി. ഇങ്ങനെ സിംഗിളായിട്ടുള്ളത് വ്യഷ്ടി മനസ്സ് ഒന്നിച്ച് ഈ സമഷ്ടി മനസ്സിലാണ് സൃഷ്ടി ഉണ്ടാവുന്നത്. ഈ സൃഷ്ടി എന്ന പ്രതിഭാസം ഉണ്ടാവും. സൃഷ്ടി ഉണ്ട് എന്ന് പറയുന്നത് അതിനെ വിശകലനം ചെയ്ത് സൃഷ്ടി ഇല്ല എന്ന് സ്ഥാപിക്കാനാണ്. ഇല്ലാത്തൊരു സാധനത്തിന് ആദ്യം ഉണ്ട് പറഞ്ഞു. എന്നിട്ട് ഈ ഉണ്ട് എന്ന് അനുഭവിക്കുന്നത് എന്താണ്, അതിനന്വേഷിക്കാൻ പോയി ഋഷിമാർ. എന്താണ് ഈ കാണുന്നത്, എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം, ഇത് എവിടുന്ന് വന്നു, ഇത് എവിടേക്ക് പോകുന്നു, ഇങ്ങനെയൊക്കെ
നമ്മൾ നിത്യജീവിതത്തിലുള്ള ഇതൊക്കെ അങ്ങനെ അന്വേഷിച്ച് അവർ എത്തിച്ചേർന്നതാണ്. ഇവിടെ ആക്ച്വലി ഒന്നും ഉണ്ടായിട്ടില്ല, അന്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. എന്തൊക്കെ ഉണ്ടായോ ഇതൊക്കെ ഈ ബ്രഹ്മത്തിനകത്ത് വിഷ്ണു ചൈതന്യം, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ചൈതന്യം, ഭഗവതി ചൈതന്യം, ഇഷ്ടമുള്ള പേര് വിളിക്കാം, ബ്രഹ്മത്തിനകത്താണ് ഇതെല്ലാം ഉണ്ടായത്. ഇപ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് വേറൊന്നും ഉണ്ടാവുകയില്ല. കാരണം എല്ലായിടത്തും ബ്രഹ്മം തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. അന്യമായിട്ടൊന്നും ഉണ്ടാവണമെങ്കിൽ ബ്രഹ്മം ഇല്ലാത്തൊരു സ്ഥലം വേണം, അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ ബ്രഹ്മത്തിനകത്ത് ഉണ്ടാകുന്ന അനുഭവങ്ങൾ മാത്രമാണ്. ഇതാണ് അവസാനം നമ്മൾ എത്തിച്ചേരുക. അതുകൊണ്ടാണ് പറയുന്നത് അദ്വൈതം. ഇവിടെ രണ്ടാമതായിട്ട് ഒന്നുമില്ല, അദ്വൈതം അത് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് ആ തലത്തിലേക്ക് എത്തിച്ചേരാൻ ഒരുപാട് വഴികളാണ്. അതിലൊന്നാണ് ഭഗവത്ഗീത പഠനം. നമ്മൾ അവസാനം എത്തിച്ചേരേണ്ട തലം അതാണ്. ഒരു ലക്ഷ്യം വേണം. ഈ കാണുന്ന ഭിന്നതകളൊക്കെ കാണുമ്പോഴും ഇതിനെല്ലാം യോജിപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ട്. അതാണ് ഈ ഭിന്നത്വമായിട്ട് കാണുന്നത്. ഇതൊക്കെ നമ്മൾ പിന്നെ ഓരോരുത്തരും എന്തുകൊണ്ട് ഭിന്നമായിട്ട് കാണുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇത്ര ആൾക്കാർ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഓരോരുത്തരുടെ മനസ്സിലും ഓരോ അനുഭവമാണ് അല്ലേ, എല്ലാവർക്കും ഒരേപോലെ ഇല്ല. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? അങ്ങനെ ഒരു ചോദ്യം വരും. സൃഷ്ടിയെല്ലാം ഒരേ ശക്തിയാണെങ്കിൽ എല്ലാവർക്കും എന്തുകൊണ്ട് വേറെ വേറെ അനുഭവപ്പെടുന്നു? അങ്ങനെ ഇപ്പോൾ എന്നെ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്, എന്നെ ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്, എന്നോട് ന്യൂട്രലായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ട്, ഞാൻ സെയിമാണ്. ഇങ്ങനെ ഇതൊക്കെ നമ്മളൊക്കെ ഓരോരുത്തരുടെ അനുഭവമാണ്. ഇന്നലെ വരെ നന്നായിരുന്ന ആൾ ഇന്ന് പെട്ടെന്ന് കേടുവരാൻ തുടങ്ങി, കണ്ട മോൻ തിരിച്ച് നടക്കാൻ തുടങ്ങി. എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ അതൊക്കെ നമുക്ക് ആ ഉത്തരങ്ങളൊക്കെ ഭഗവത്ഗീതയിൽ നിന്ന് കിട്ടും. ഓരോരുത്തരുടെ ഉപാധി ബന്ധം, ഓരോരുത്തരുടെ കർമ്മവാസനകൾ, ഓരോരുത്തരുടെ ഇൻ്റർപ്രിട്ടേഷൻ എങ്ങനെ വരുന്നു, അനുഭവങ്ങൾ, ഇതൊക്കെ. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഉപദേശം പറഞ്ഞു യജ്ഞഭാവന നിലനിർത്തണം. നമ്മുടെ കർമ്മങ്ങളിലെല്ലാം യജ്ഞഭാവന വേണം. അതുകൊണ്ട് മാത്രമേ അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ. അഭിവൃദ്ധി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ള വളർച്ച, പുരോഗതി. പുരോഗതി എതുവരെ ഉണ്ടാവും? എത്ര കിട്ടിയാലാണ് പുരോഗമിച്ചു എന്ന് തോന്നുന്നത്? അതിനൊരു അവസാനമില്ല. പക്ഷെ ഒരു അവസാനം വേണ്ടേ? അപ്പോഴേ നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ ഒരാൾ 10 കിട്ടുകിൽ 100 മതിയെന്നും 100 സഹസ്രം മതിയെന്നും ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ആഗ്രഹത്തിൻ്റെ പിന്നിലൊക്കെ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറുണ്ട്. നമ്മളതിനെ പ്രചോദിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. അതെന്താണ്? മനസ്സമാധാനം, ശാന്തി. എല്ലാവരും മനഃശാന്തി, ആനന്ദ അന്വേഷണം എന്ന് പറയും. മനഃശാന്തിക്ക് വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര കിട്ടി, എനിക്കിത് മതി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. ഇത് പോരാ തോന്നിക്കഴിഞ്ഞാൽ അവൻ്റെ പ്രശ്നം സ്റ്റാർട്ടായി. എല്ലാം അങ്ങനെയാണ്. നമ്മുടെ എല്ലാ പ്രശ്നത്തിൻ്റെ പിന്നാലെയും ആനന്ദാന്വേഷണമാണ്. എല്ലാ കർമ്മങ്ങളുടെ പിന്നാലെയും ആനന്ദാന്വേഷണമാണ്. ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വര. അതാണ് ഈശ്വര. സത് ചിത് ആനന്ദം. അങ്ങനെ ആനന്ദം. അപ്പം എല്ലാ കർമ്മങ്ങളുടെ പിന്നിലും ഈശ്വര അന്വേഷണമാണ്. നിരീശ്വരവാദി ഈശ്വരനില്ല എന്ന് പറയുന്നത് ഈശ്വര അന്വേഷണമാണ്. അതാണ് അവർക്കറിയാണ്ട് പോയത്. അവരത് പറഞ്ഞ് പരത്തുന്നത് എന്തിനാ? ഈശ്വരനുള്ളവരെ കാണുമ്പോൾ അവർക്ക് എന്തോ ഒരു അലോസരമുണ്ട്. അപ്പോൾ ഈശ്വരനില്ല പറഞ്ഞാൽ അവർക്ക് സമാധാനമുള്ളൂ. ഈ സമാധാനം തന്നെയാണ് അവരും ചെയ്യുന്നത്. അവിടെ ഈശ്വരനെ കണ്ടുകൊണ്ട് ഇവിടെ ഈശ്വരൻ ഇല്ല പറഞ്ഞുകൊണ്ട്. യഥാർത്ഥത്തിൽ രണ്ടാളും അന്വേഷിക്കുന്നത് സെയിമാണ്. ഈശ്വര അന്വേഷണം. ഈശ്വര അന്വേഷണം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഒരു ജീവിക്കും. രാവിലെ എണീറ്റിട്ട് ഒരു പക്ഷി ഇര തേടി പറന്നു പോകുന്നത് പോലെ ഈശ്വരാന്വേഷണം. അതിൻ്റെ പ്രശ്നങ്ങൾ മാറ്റാൻ അത് പോകുന്നത്. എല്ലാ മൃഗങ്ങളും ജീവിക്കുന്നതൊക്കെ അവർക്ക് അറിയില്ല. മനുഷ്യന് ബോധപൂർവം അത് ചെയ്യാൻ പറ്റും. ഞാൻ യഥാർത്ഥത്തിൽ എന്താ അന്വേഷിക്കുന്നത്? ഇപ്പം ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ ഈ വെസ്റ്റേൺ ഇതനുസരിച്ചിട്ട് അവർ മനുഷ്യരെ 2 വിധത്തിൽ തിരിച്ചു, ഉള്ളവനും ഇല്ലാത്തവനും. ഇതാണ് ഒരു തിയറി. അപ്പോൾ ഇല്ലാത്തവനും ഉള്ളവനും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ തിയറി. നമുക്കത് വിടാം. ഭാരതത്തിലെ ദർശനത്തിൽ മാത്രമേ ഉണ്ടായിട്ട് വേണ്ടാത്തവരുള്ളൂ. അത് നമുക്കുള്ളൂ. നമ്മൾ ഋഷിമാരെയൊക്കെ നോക്കിയാൽ അവരുടെ അടുത്ത് എല്ലാം ഉണ്ട്. ലോകം മുഴുവൻ കീഴടക്കാനുള്ള ശക്തി, അറിവെല്ലാം ഉണ്ട്. പക്ഷെ അവരതിനോട് ഒട്ടിപ്പിടിച്ചൊന്നുമില്ല. അവരെല്ലാം വിട്ടുകൊടുത്തു. ത്യാഗേനേക അമൃതത്വ മാനസു, ഇതൊന്നും എൻ്റേതല്ല, സൃഷ്ടിയുടെ. അവർ വിട്ടുകൊടുത്തു. അതുകൊണ്ട് അവർക്ക് എന്നും ആനന്ദത്തിലാണ് അല്ലേ. അലക്സാണ്ടറിൻ്റെ മുന്നിൽ വന്ന ഒരു ഋഷിയെക്കുറിച്ച് പറയും. അലക്സാണ്ടർ കൊല്ലാൻ വേണ്ടി ചാടി ഇറങ്ങി. കഥയൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം ഇത്ര വലിയ അലക്സാണ്ടറുമില്ല. അപ്പോൾ ഇദ്ദേഹം വന്ന് ഇന്നപ്പോൾ ഈ ഋഷി പറഞ്ഞത്, ഞാൻ വെയിൽ കാഞ്ഞുകൊണ്ടിരിക്കുക, മാറി നിൽക്കും, വെയിൽ വരട്ടെ. അലക്സാണ്ടർ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഈ ഒരു വർത്തമാനം കേൾക്കുന്നത്. അലക്സാണ്ടറിനോട് മാറി നിൽക്കുക പറഞ്ഞു. ഒരായുധമില്ല, ഒന്നുമില്ല ഒരാൾ. അപ്പോൾ അലക്സാണ്ടർ കൊല്ലാൻ പോയി. കൊല്ലാൻ, അല്ലെങ്കിൽ ഞാൻ മരിച്ചുകൊണ്ടിരിക്കില്ല, നീ ആയിട്ടിപ്പോൾ എന്താ കൊല്ലുന്നു?
അല്ല, ജനിച്ചെന്ന് മുതൽ നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഡു ഇറ്റ്. അവിടെ അലക്സാണ്ടർ കീഴടക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വരും. എൻ്റെ ഗുരു ഭാരതത്തിലെ എത്തിക്കഴിഞ്ഞാൽ ജ്ഞാനികളെ കൊണ്ടുവരണം എന്ന് എൻ്റെ ഗുരു, അലക്സാണ്ടറിനൊരു ഗുരു ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നോടൊപ്പം വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരില്ല, ഞാനിവിടെ വിട്ടെങ്ങോട്ടും വരില്ല. അവിടെ മാത്രം അലക്സാണ്ടർ തോറ്റു. ഒരു ആയുധവും ഇല്ലാത്ത ഒരു ഋഷിയുടെ മുന്നിൽ. അത് വരുന്നത് ഇതിന്നാണ്, അറിവിൻ്റെ വെളിച്ചത്തിൽ. എല്ലാവർക്കും അറിയാൻ പറ്റണം. ഇപ്പോൾ നമ്മൾ കഠോപനിഷത്ത് ക്ലാസ് കഴിഞ്ഞവരോട് ചോദിച്ചറിയാം, ജീവിതാനുഭവങ്ങളെല്ലാം ആ വ്യക്തിയുടെ സങ്കല്പമാണെന്ന് കഠോപനിഷത്ത് തെളിയിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഋഷിയുടെ മനസ്സിലുള്ള സങ്കല്പത്തിൻ്റെ ഭാഗമാണത്. നമ്മളാണ് നമ്മളെ അനുഭവങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് ഭഗവത്ഗീത പറഞ്ഞു തരുന്നു. അപ്പം നമ്മളുടെ കർമ്മങ്ങൾ സ്വാർത്ഥതയില്ലാതെ ഈശ്വരാർപ്പണമായിട്ട് അവനവനും പൊതു നന്മയ്ക്കും ഉപകാരപ്പെടുന്ന വിധത്തിൽ വന്നു കഴിഞ്ഞാൽ യജ്ഞഭാവനയായി. ഭഗവാൻ പറയണു, ഇതുകൊണ്ട് മാത്രമേ അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ. അഭിവൃദ്ധി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇനിയൊന്നും കിട്ടാനില്ല എന്ന അവസ്ഥയിലെത്തുക, പൂർണ്ണതയിലെത്തുക, ആത്മസാക്ഷാത്കാരം. അതാണ് എൻഡ്. അതിലപ്പുറം ഇനി ഒന്നുമില്ല. എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താ? ഒന്നുമില്ല, നേടാനൊന്നുമില്ല. അതുവരെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇനി അന്വേഷിക്കാനൊന്നുമില്ല എന്ന തലത്തിലെത്തുന്നത് വരെ. അവിടെ എത്തണമെങ്കിൽ, പൂർണ്ണതയിലെത്തണമെങ്കിൽ, പൂർണ്ണമായ ആനന്ദ അനുഭൂതിയിലെത്തണമെങ്കിൽ കർമ്മങ്ങളിൽ യജ്ഞഭാവന ഉണ്ടായിരിക്കണം. അത് പ്രകൃതിയുടെ നിയമമാണ്. ക്ലിയറായി പറഞ്ഞത്. അപ്പോൾ ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ഓർമ്മിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളെയെല്ലാം പ്രദാനം ചെയ്യുന്ന കാമധേനുവാകട്ടെ പറഞ്ഞു. നിങ്ങളുടെ സങ്കല്പങ്ങളെല്ലാം സാധിച്ച് പൂർണ്ണതയിലെത്തണം. സ്വാർത്ഥത ഇല്ലാണ്ട് എപ്പോഴും ആലോചിച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ സ്വാർത്ഥത വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റണം. അത് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും. നിസ്വാർത്ഥമാണോ പുരോഗതിയിലേക്ക് കൊണ്ടുപോകും. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഃ പരസ്പരം ഭാവയന്തഃ ശ്രേയപരമവാപ്സ്യതാ. ഇതുകൊണ്ട് ദേവന്മാരെ പ്രസാദിപ്പിക്കുവിൻ, ആ ദേവന്മാർ നിങ്ങളെയും പ്രസാദിപ്പിക്കട്ടെ. ഇങ്ങനെ പരസ്പരം പോഷിപ്പിച്ചുകൊണ്ട് രണ്ടു കൂട്ടരും പരമമായ ശ്രേയസ്സിനെ പ്രാപിക്കുവിൻ. പരമമായ ശ്രേയസ് ആത്മസാക്ഷാത്കാരം, മോക്ഷപ്രാപ്തി, അതിനെ പ്രാപിക്കുവിൻ. ഇതുകൊണ്ട് ദേവന്മാരെ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രസാദിപ്പിക്കുവിൻ. യജ്ഞകർമ്മങ്ങളെ കൊണ്ട് വേണം ദേവന്മാരെ പ്രസാദിപ്പിക്കാൻ. പൂജാവിധികളൊക്കെ മാറ്റി വെച്ചു, അവിടെയൊക്കെ കൺഫ്യൂഷൻ വരും. ഭഗവത്ഗീതയുടെ വെളിച്ചത്തിൽ കാണാം. എനിക്ക് അതിൻ്റെ തത്വങ്ങൾ പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് കൺഫ്യൂഷൻ വരും. പൂജിക്കാൻ പോകണോ, വഴിപാട് നേരണോ എന്നൊക്കെയുണ്ട്. അതൊക്കെ അങ്ങനെ നടന്നോട്ടെ. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ പിന്നിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ, ഒരു ആധ്യാത്മിക കേന്ദ്രം എന്ന് പറയുമ്പം പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിലാണ് അത് പ്രവർത്തിക്കേണ്ടത്. ഇപ്പോൾ കണ്ടില്ല, സഹയജ്ഞ, ക്ഷേത്രത്തിലെ പ്രവർത്തനങ്ങളിൽ യജ്ഞഭാവന വേണം. അപ്പോൾ എന്ത് വേണം? അതിനെ പരിപാലിച്ചു കൊണ്ട് നടക്കേണ്ടത് നമ്മളുടെയും കൂടി ഉത്തരവാദിത്തം. ഭഗവാൻ അവിടെ ഇരിക്കണമെങ്കിൽ ഭക്തന്മാരും കൂടി ഭഗവാന്റെ അടുത്തേക്ക് വരണം. അങ്ങോട്ട് പരസ്പരം ഭാവയന്ത, ഇവിടെ പറഞ്ഞു, പരസ്പരം പാറയന്ത ആവാൻ പാടില്ല. ഇപ്പം സംഭവിച്ചു പോകണം എന്താണ്? അങ്ങനെ ആവാൻ പാടില്ല. നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് ദേവന്മാരെ പ്രസാദിപ്പിക്കാൻ. ആധ്യാത്മികമായിട്ട് പറയുമ്പോൾ വേദാന്തത്തിൻ്റെ ഭാഷയിൽ ദേവന്മാർ എന്ന് പറയുന്നത് നമുക്ക് അനുഭവങ്ങളെ കൊണ്ടുവരുന്ന ശക്തിയാണ്. അനുഭവങ്ങളെ പ്രകാശിപ്പിക്കുക. ദ്യു എന്ന വാക്കുന്നാണ് ദേവന്മാരുണ്ടായത്. ദ്യു എന്ന് പറയുമ്പോൾ പ്രകാശിപ്പിക്കുക. എന്തിനെ പ്രകാശിപ്പിക്കണം? അനുഭവങ്ങളെ പ്രകാശിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളെ അനുഭവിപ്പിക്കുന്ന ശക്തി, അതാണ് ദേവന്മാർ. അപ്പോൾ കണ്ണ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റില്ല. കണ്ണിന് കാണാനുള്ള കഴിവ് വേണം, കാഴ്ചശക്തി. അപ്പോൾ കണ്ണിൻ്റെ ദേവത കാഴ്ചശക്തി, കേൾവി കേൾക്കാനുള്ള ശക്തി. ഇതുപോലെ ഓരോന്നിനും അതിൻ്റെ ആ ഫങ്ഷൻ ചെയ്യിപ്പിക്കുന്ന ശക്തിയെ ദേവന്മാർ എന്ന് പറയുന്നത്. അപ്പം കണ്ണിൻ്റെ ദേവത പ്രസാദിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് കാണാൻ പറ്റില്ല. ചെവിയുടെ ദേവത പ്രസാദിച്ചില്ലെങ്കിൽ അയാൾക്ക് കേൾക്കാൻ പറ്റില്ല. അങ്ങനെയില്ലേ സമൂഹത്തിൽ അന്ധന്മാരും ബധിരന്മാരൊക്കെ ഇല്ല. ഇതൊക്കെ ഒരുമിച്ച് നന്നായിട്ട് പ്രവർത്തിക്കുമ്പോഴേ നമ്മൾ ലക്ഷ്യത്തിലെത്തുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ കാണും, ഇപ്പോൾ ഒളിമ്പിക്സിനൊക്കെ പോയി ജന്മജന്മാന്തര അങ്ങനത്തെ ഒരു ഭയങ്കര പ്രാക്ടീസൊക്കെ ചെയ്ത് വേൾഡ് റെക്കോർഡൊക്കെ ക്രോസ് ചെയ്ത് ഇയാളെല്ലാം ഓക്കെ ഒളിമ്പിക്സിന് പോയി. ഓടിച്ചാടി വന്നിട്ട് ആ ചാടണം അതിൻ്റെ കാലുളുക്കിപ്പോയി. എന്ത് ചെയ്യും? കഴിഞ്ഞു. ഇത്രയും കാലത്തെ അധ്വാനം അതും പ്രാക്ടീസൊക്കെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കഴിഞ്ഞു പോയി.
നന്നായിട്ട് പാട്ട് പാടാനൊക്കെ പഠിച്ചു. പാട്ട് പാടാൻ വായ തുറന്ന് വായിലൊരു ഈച്ച പോയി. എന്ത് ചെയ്യും? അപ്പോൾ ഈ KS ചിത്രയുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഒരു പാട്ട് പാടാൻ പോയി കഴിഞ്ഞാൽ അത് കഴിയുന്നവരെ ടെൻഷനാണ്. ഇത് എപ്പോഴാണ് പണി തരിക എന്നറിയില്ല. അതും അവർക്കറിയാം. അവർക്ക് ഭക്തി, ഈശ്വര വിശ്വാസം അവർക്കറിയാം. ഇതൊന്നും നമ്മളെ കയ്യിലല്ല സംഭവം എന്നുള്ളത്. ഞാൻ പാടിയില്ലേ നമുക്ക് വലിയ കാര്യത്തിലൊക്കെ ചോദിക്കാം. എവിടെ? ഓരോ മസിലും അതിന് പറഞ്ഞ പോലെ പ്രവർത്തിച്ചാലേ ശരീരത്തിൽ നിന്ന് കർമ്മം പുറത്തേക്ക് വരുള്ളൂ. ചിന്തകൾ അതുപോലെ വരണം, കർമ്മങ്ങൾ അതുപോലെ വരണം. അതുകൊണ്ട് അവിടെ പറഞ്ഞ് അത്തരം വിചാരങ്ങളുടെ കർമ്മത്തിലൂടെ യജ്ഞഭാവനയും കൂടി ചേർത്തിട്ട് നമ്മൾ ഈ വക കാര്യങ്ങളെ പ്രസാദിപ്പിക്കുവിൻ, അനുഭവങ്ങളെ നന്നാക്കിയെടുക്കുവിൻ. അപ്പം എന്താവും? അനുഭവങ്ങൾ, ആ ദേവതമാർ നമ്മളെ പ്രസാദിപ്പിക്കും. നമുക്ക് അനുകൂലമായ അനുഭവങ്ങൾ വരാൻ തുടങ്ങും. കർമ്മങ്ങളിൽ ഭാവന, ശുദ്ധഭാവനയുണ്ടെങ്കിൽ, വേണ്ട വിധത്തിൽ ധാർമ്മികമാണെങ്കിൽ അനുഭവങ്ങളും നമുക്ക് ശാന്തി തരുന്ന വിധത്തിലായിരിക്കും. ഇത് പരസ്പരം ബന്ധിച്ചിട്ടായിരിക്കുന്നത്. ഒന്നിനെ നമ്മൾ കേടുവരുത്താൻ പോയാൽ തിരിച്ചതന്നെയായിരിക്കും. നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ല, ഞാൻ എത്രയൊക്കെ പ്രാർത്ഥിച്ചു എനിക്കൊരു ഫലവും ഇല്ല എൻ്റെ ദൈവമേ, എനിക്കെന്താ റിസൾട്ട് ഇല്ലാത്ത? ഇവിടെയാണ് നമ്മൾ നോക്കണ്ടേ, എൻ്റെ ഉള്ളിൽ ശുദ്ധമായിരുന്നു. ഏത് ശാസ്ത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാലും മനസ്സ് ശുദ്ധാക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊക്കെ അതിൻ്റെ പ്രതീകങ്ങളാണ്. അവനവനെ പോയിട്ട് നമുക്ക് സമർപ്പിക്കാൻ നിവൃത്തി നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെ പ്രതീകമായിട്ട് എന്തൊക്കെ വഴിപാട് ചെയ്യും. നമ്മൾ പുഷ്പാഞ്ജലി ചെയ്യും, വഴിപാട് അല്ലെങ്കിൽ അപ്പം സമർപ്പിക്കും, പായസം ഉണ്ടാക്കും. ഇതൊക്കെ അവനവനെ ദൈവത്തിന് സമർപ്പിക്കുന്ന പോലെയാണ്. എന്നിട്ട് എന്ത് ചെയ്യും? നിവേദ്യം ആയിട്ട് അങ്ങോട്ട് കൊടുത്തത് പ്രസാദമായിട്ട് ഇങ്ങോട്ട് സ്വീകരിക്കും. ഇപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് എന്ത് വന്നു കഴിഞ്ഞാലും പ്രസാദമാണ്. അനുഭവങ്ങളൊക്കെ വരുന്ന ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന്. നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് അനുഭവങ്ങൾ തിരിച്ചു വരുന്നത്. കർമ്മങ്ങൾ നമ്മൾ പ്രകൃതിയിലേക്ക് കൊടുത്തു, പ്രകൃതിയിൽ നിന്ന് അതിൻ്റെ റിസൾട്ട് തിരിച്ചു വന്നു. അപ്പോൾ അത് ദൈവത്തിൻ്റെ അടുത്തുനിന്ന് വരുന്നത്. ഈ അനുഭവങ്ങളെ പ്രസാദ ബുദ്ധിയോട് കൂടിയിട്ട് ഈശ്വരൻ്റെ അടുത്തുനിന്ന് വരുന്നതാണ്, പ്രസാദമാണ് എന്ന് സ്വീകരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അയാൾ രക്ഷപ്പെട്ടു. അയാൾ അതിന് കുറ്റം പറയില്ല. പ്രസാദ ബുദ്ധി എന്നാ പറയും. നമ്മൾ മുമ്പ് പറഞ്ഞെന്ന് തോന്നുന്നു 2-ാം അധ്യായത്തിൽ പ്രസാദ ബുദ്ധി. ഇതൊക്കെ ജീവിതത്തിനെ ശാന്തമാക്കി. മനസ്സ് ശാന്തമാണെങ്കിലേ കർമ്മങ്ങൾ ശുദ്ധമാവുള്ളൂ. അങ്ങനെയുണ്ട്, നമുക്ക് വേണ്ട വിധത്തിലാവുള്ളൂ. അശാന്തസ്യ കുതസുഖം ഭഗവാൻ തന്നെ ചോദിക്കുന്നത്. അശാന്ത മനസ്സിൽ എവിടെയാണ് സുഖമുള്ളൂ? നമ്മളുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെ ശാന്തിയിലേക്ക് നയിക്കുന്നതാണ്. എപ്പോഴും ഓർമ്മിക്കണം. പരസ്പരം നമ്മൾ പ്രകൃതിയെ പോഷിപ്പിക്കുക, പ്രകൃതി നമ്മളെ പോഷിപ്പിക്കും. ഇത് പരസ്പരം ഉണ്ടാവും. നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാവും. വെറുതെ ഇരിക്കുന്നിടത്ത് എന്തെയൊക്കെ പ്രശ്നം. ഇപ്പം വയനാടൊക്കെ സംഭവിച്ച പോലെ ചെറുത് സംഭവിക്കുമ്പോൾ നമ്മൾ അറിയില്ല, വലുത് സംഭവിക്കുമ്പോൾ ഇത് ഇവിടുന്നുണ്ടായി എന്ന് ചോദിക്കും. കുറേ നിരപരാധികൾ മരിച്ചുപോയി. നിരപരാധികൾ മരിച്ച് നമ്മളുടെ കണ്ണിലാണ്. പ്രകൃതിക്കെല്ലാം പ്രകൃതിയുടെ ഭാഗമാണ്. അപ്പോൾ പ്രകൃതി എവിടെയും ബാലൻസ് ചെയ്യുമ്പോൾ ഉള്ളതും ഇല്ലാത്തതും നല്ലതും ചീത്തയൊക്കെ പ്രകൃതിക്ക് അറിയാം. അത് അവിടെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ഉണ്ടായിക്കോളും. ഇവിടുത്തെ മരങ്ങളൊക്കെ ഒഴുകിപ്പോയി, അത് വേറെ എവിടെയെങ്കിലും വീണ്ടും പൊട്ടി മുളച്ചുണ്ടാവും. ഇതുപോലെ പ്രകൃതി. ഇപ്പം നമ്മൾ ഇല്ല, നഖം മുറിക്കണം, മുടി മുറിക്കണം, ഇതുപോലെയൊക്കെ ഇല്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗം നമ്മൾ തന്നെ കട്ട് ചെയ്ത് കളയണം. വല്ല വേദനയും തോന്നാറുണ്ടാവും. അപ്പോൾ മുടിക്ക് വേണമെങ്കിൽ പറയാം, മുടി ഇങ്ങനെ കട്ട് ചെയ്ത് ബാർബർ ഷോപ്പിലോ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി മുടി കട്ട് ചെയ്ത് സെറ്റാക്കി വരുന്ന സമയത്ത് ബാക്കിയുള്ള മുടിക്ക് പറയാം. ഇവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കണ കുറേ മുടി ഉണ്ടല്ലോ, ഒരു 2 മുടി ഇങ്ങനെ തൂങ്ങി നിൽക്കണമെങ്കിൽ അത് കണ്ണിൻ്റെ മുന്നിൽ കൊണ്ടിട്ട് ഇങ്ങനെ കണ്ണ് കോങ്കണ്ണായിപ്പോൾ ഇങ്ങനെ നോക്കി. അപ്പോൾ ഈ 2 മുടിക്ക് ബാക്കിയുള്ള മുടികളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാം. പാവം, ഒരു ഉപദ്രവവും ഇല്ലാതെ ആ ചെവീൻ്റെ പിന്നാലെ നിൽക്കുക, അത് മുറിഞ്ഞുപോയി. പക്ഷേ ഇത് മുറിച്ച ആൾക്കറിയാം അതെന്തിനാണ് മുറിച്ചതെന്നുള്ളത്. അയാൾക്കൊരു ദുഃഖവും ഇല്ല. ഇതുപോലെയാണ് നമ്മളൊക്കെ സ്ഥിതി. നമ്മൾ ഈ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാഴ്ചക്കൂടെ കാണുമ്പോൾ നമ്മളുടെ വിധത്തിൽ നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യും. പ്രകൃതിക്ക് അറിയാം പ്രകൃതി എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത്. പ്രകൃതിയിൽ എപ്പോഴും ഒരു ബാലൻസിങ് ആക്ട് ഉണ്ട്. ഒരു ഇക്വിലിബ്രിയം പറയില്ലേ, സമതുലിതാവസ്ഥ നിലനിർത്തുക. അത് പ്രകൃതിയുടെ സ്വഭാവമാണ്. ഇപ്പം നമ്മൾ പറയും എന്താണ് ഓക്കി വന്നു, ഇല്ലെങ്കിൽ എന്താണ് കത്രീന വന്നു, ഓക്കി വന്നു, ഓരോ ചുഴലിക്കാറ്റ് വരുമ്പോൾ എന്താ ഈ കാലം ഇങ്ങനെ ആരുണ്ടാക്കി? നമ്മൾ ഇതിൻ്റെ ബാലൻസ് കേടുവരുത്തി. മനുഷ്യന്മാർ മാത്രമേ പ്രകൃതിയെ ദ്രോഹിച്ചിട്ടുള്ളൂ, വേറെ ആരും ദ്രോഹിച്ചിട്ടില്ല. അപ്പോൾ പ്രകൃതി എന്ത് ചെയ്യും? തിരിച്ചെടുക്കും. ഇപ്പോൾ ഈ പുരാണത്തിൽ പറയണ ഭൂമിദേവിക്ക് സഹിക്കാൻ വയ്യാണ്ടേ, പുരാണങ്ങളിൽ അങ്ങനെയല്ലേ പറയാം. ഭൂമിദേവിക്ക് സഹിക്കാൻ വയ്യാണ്ടിയായപ്പം ബ്രഹ്മാവിനെയും കൊട്ടി കംപ്ലൈൻറ്റ് പറയാൻ പോയി വിഷ്ണുവിൻ്റെ അടുത്ത്. അപ്പോൾ വിഷ്ണു പറഞ്ഞു സമയമാവട്ടെ, ഞാൻ ശരിയാക്കി തരാം. അങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞ ഉടനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ മൂപ്പരൊരു ഇറക്കം അങ്ങോട്ട് വന്നു. അപ്പോൾ ധർമാധർമ്മങ്ങൾ തമ്മിലൊക്കെ ഏറ്റുമുട്ടി ധർമ്മം പുനഃസംസ്ഥാപനം, ധർമ്മത്തിൻ്റെ പുനഃസംസ്ഥാപനം എന്ന് പറഞ്ഞാൽ ഈ ബാലൻസിങ് ആണ്. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. നമ്മൾ ഈ യജ്ഞഭാവന ഇല്ലാതെ കർമ്മങ്ങൾ ചെയ്യുമ്പം അനാവശ്യമായിട്ട് സ്വാർത്ഥതയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനം എല്ലാം കൂടി തിരിച്ചടി വന്നുകൊണ്ടിരിക്കും.
അത് വ്യക്തി ജീവിതത്തിലാണെങ്കിൽ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം കൂടി ചേർന്ന് ആകുമ്പോൾ ഒന്നിച്ച്, ഇപ്പോൾ കണ്ടില്ലൊരു യുദ്ധം, ഒരാളുടെ തലയിൽ തുടങ്ങിയൊരു വേണ്ടാത്ത ചിന്തയാണ്. എന്തെല്ലാം യുദ്ധങ്ങളപ്പോൾ ഭൂമിയിൽ നടക്കുന്നില്ലേ? റഷ്യ യുക്രൈൻ യുദ്ധം, ഇവിടെ ഇസ്രായേൽ പാലസ്തീൻ ഹമാസ് ഒക്കെ കഴിഞ്ഞു തുടങ്ങി. അവിടെ യുദ്ധം നമ്മൾ വിചാരിക്കും ആ നാട്ടിലല്ലേന്ന്, പക്ഷേ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് നാട് മുഴുവൻ, ലോകം മുഴുവൻ. ഓരോ രാജ്യവും അതിൻ്റെ പോളിസി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിൻ്റെ കെടുതിക്ക് അനുസരിച്ചിട്ട്. അപ്പോൾ എന്താവും? പലരുടെയും ജോലി പോവും, വരുമാനത്തിനെ ബാധിക്കും. നമുക്കിപ്പം ഡീസൽ കുറച്ച് സസ്തയിൽ കിട്ടിയിരുന്ന സമയമായിരുന്നു, യുദ്ധം വന്നപ്പോൾ അത് വില കൂടാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ മാർക്കറ്റിൽ ഡീസലിന് വില കൂടി. ഗവൺമെൻറ്റിനെ കുറ്റം പറയും. ഇത് നമ്മൾ ആലോചിക്കില്ല. ഡീസലിന് വില കൂടിയാൽ ഈ ലോറിയിൽ വരുന്ന സാധനങ്ങൾക്കൊക്കെ വില കൂടും. പ്രശ്നം ഉണ്ടായത് എവിടെയാണ്? ആ ഇസ്രായേലിലെ പാലസ്തീനിലെ എവിടെയാണ്? അനുഭവിക്കുന്ന ആരാണ്? എല്ലാവരും. നമ്മളിത് ആലോചിക്കണം. ഓരോ കർമ്മം, നമ്മളുടെ ഓരോ ചിന്തയും അവനവനെയും ലോകത്തിനെയും എങ്ങനെ ബാധിക്കുന്നു, ഇതൊക്കെ ഈ ശ്ലോകത്തിനകത്ത് ഭഗവാൻ വലിയൊരു ഉത്തരവാദിത്തം പറഞ്ഞിരിക്കുന്നത്. വളരെ ആലോചിച്ചിട്ട് വേണം ഓരോന്നും ചെയ്യാൻ. അങ്ങനെ ദേവന്മാരെ പ്രസാദിപ്പിക്കുകയാണെങ്കിൽ ദേവന്മാരും തിരിച്ചു പ്രസാദിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ പരസ്പരം പ്രസാദിപ്പിച്ചുകൊണ്ട് വേണം, മനുഷ്യനും പ്രകൃതിയും ഇണങ്ങിക്കൊണ്ട് വേണം ജീവിക്കാൻ. പ്രകൃതി എന്ന് പറയുമ്പോൾ ഈ മരവും കാറ്റും മാത്രമല്ല, സകലതും, അതിലത്തെ ജീവജാലങ്ങളും എല്ലാം വേണം. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താനപ്രദായേഭ്യോ യോ ഭുങ്ക്തേസ്തേന ഏവ സഹ. ഇത്തരത്തിൽ യജ്ഞം കൊണ്ട് പോഷിപ്പിക്കപ്പെട്ട ദേവന്മാർ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭോഗങ്ങൾ നൽകും. നമുക്ക് അനുകൂലമായിട്ടുള്ള പരിതസ്ഥിതികൾ രൂപപ്പെട്ടു വരും. അതുകൊണ്ട് അവരാൽ നൽകപ്പെട്ട വസ്തുക്കളെ അവർക്ക് കൊടുക്കാതെ ഭുജിക്കുന്നവൻ കള്ളൻ തന്നെയാണ്. ഭഗവാൻ ആദ്യമായിട്ട് ഒരാളെ കള്ളം വിളിച്ചു. നമ്മളുടെ കർമ്മങ്ങളുടെ ഫലമായിട്ട് നമുക്ക് അനുകൂലമായിട്ട് സാഹചര്യം വരുമ്പോൾ നമ്മളെന്താവും? നമുക്ക് കുറച്ച് ധാർഷ്ട്യം വരും, അഹങ്കാരം വരും, നമ്മളതുപോലെ പെരുമാറാൻ തുടങ്ങും. ഭഗവാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടല്ല, അത് എല്ലാവർക്കും അവകാശപ്പെട്ട, പ്രകൃതിക്ക് മുഴുവൻ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് പ്രകൃതിക്ക് മുഴുവൻ അവകാശപ്പെട്ടാണ്. പണ്ട് കാലത്തൊക്കെ ഇപ്പം നമ്മൾ വീട്ടിൽ ചക്കയും മാങ്ങയൊക്കെ പറിക്കുന്ന കാലം ആയി കഴിയുമ്പോൾ എന്താവും? നമ്മളൊക്കെ പറിച്ചു കഴിഞ്ഞാൽ അടുത്ത വീട്ടിലേക്കൊക്കെ കൊടുക്കും കുറേശ്ശെ, അല്ലേ? ഇപ്പോഴും ഉണ്ട്, കുറേ നാട്ടിലൊക്കെ, ഉൾനാട്ടിലേക്ക് എപ്പോഴും ഉണ്ട്. ഒരു വാഴക്കല വെട്ടിക്കഴിഞ്ഞാൽ അത് കുറേ കായ പഴമൊക്കെ അവിടെ ഇവിടെ കൊണ്ട് കൊടുക്കും. ഇപ്പോഴങ്ങനെ ഈ സിറ്റി ഏരിയയിലേക്ക് സ്വാർത്ഥത കൂടിയതാകുമ്പോഴത്തേക്ക് വെട്ടിയെടുക്കും, അവിടെ കൊണ്ടുപോകും, ബാങ്കിലിട്ടു, സ്വസ്ഥായി. വിഭജനമില്ല. നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം വരുമ്പോൾ അത് എല്ലാവർക്കും കൂടിയിട്ട് പങ്കുവെക്കണം. അതിലെ പുരോഗതി കിട്ടും. അത് സ്വാർത്ഥത മാത്രമായിട്ട് പോകരുത്. ഇപ്പോഴത്തൊക്കെ ഇപ്പോൾ ഈ സമ്പത്ത് വിഭജിക്കുന്നതിനെ കുറിച്ചൊക്കെ, ഇപ്പം ഓരോ നാട്ടിലെ സമ്പത്ത്, ആ നാടിൻ്റെ ധനം മുഴുവൻ ഏതാനും ഫാമിലിയിൽ ഒതുങ്ങിയിരിക്കുകയാണ്. എന്തെല്ലാം പ്രശ്നം. അവർ അത് പോരാ വെക്കുമ്പോൾ അവർ ബാക്കിയുള്ളവരെ വീണ്ടും ചൂഷണം ചെയ്യും. മണി പവറും മസിൽ പവറൊക്കെ അവർ ഉപയോഗിക്കും. ഇതൊക്കെ ആത്യന്തികമായിട്ട് വലിയ ദൂഷ്യങ്ങൾ ഉണ്ടാക്കി വെക്കും. ഇവിടെ പ്രകൃതിയുടെ നിയമങ്ങളെക്കുറിച്ച് ഭഗവാൻ പറയുന്നു, നമുക്ക് അനുകൂലമായിട്ടൊരു സാഹചര്യം വരുമ്പോൾ അത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം. പ്രസാദം അമ്പലത്തിൽ നിന്ന് നമ്മൾ പ്രസാദം വാങ്ങിക്കൊണ്ടുപോകുമ്പം അതെല്ലാവർക്കും വിതരണം ചെയ്തിട്ട് വേണം. അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിരിക്കാൻ അമ്പലത്തിൽ നേരെ മിണ്ടാതെ വീട്ടിൽ പോയിക്കൊള്ളണം, ആർക്കും കൊടുക്കാൻ പാടില്ല. അതെന്താ? ആ ഭാഗ്യം മുഴുവൻ ബാക്കിയുള്ളവർ വിധിച്ചെടുത്തത്. ഞാൻ 101 ഉറുപ്പ്യം കൊടുത്ത് ഗണപതി ഹോമം ചെയ്തു, ഗണപതിന് പ്രസാദം മുഴുവൻ എനിക്ക്, എൻ്റെ വീട്ടിലെ പ്രശ്നം മാത്രം തീർന്നാൽ മതി. യജ്ഞഭാവന ഇവിടെ പോയി. എൻ്റെ വീട്ടിലെ പ്രശ്നം പോലെ തന്നെയാണ് വേറെ ആളുടെ വീട്ടിലെ പ്രശ്നം, അതും കൂടി സോൾവ് ആവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഗണപതിക്ക് സന്തോഷം. അങ്ങനെ വരട്ടെ കേട്ടോ. നമ്മൾ ആലോചിക്കണം, കർമ്മത്തിൽ യജ്ഞഭാവനുണ്ട്. അപ്പോൾ പ്രസാദം വീട്ടിൽ കൊണ്ടുപോകണോ എന്ന് ചോദിച്ചാൽ പ്രസാദമൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്തിട്ട് തന്നെ വേണം പോകാൻ. ഇതൊക്കെ പറഞ്ഞു നമുക്ക് മാത്രം അവകാശം. ഇതൊക്കെ പ്രതീകമാണ്. നമ്മുടെ ഓരോ കർമ്മത്തിലൂടെയും ഈ തത്വങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ നമുക്ക് ഓർമ്മിച്ച് വെക്കണം. യജ്ഞം കൊണ്ട് പോഷിപ്പിക്കപ്പെട്ട ദേവന്മാർ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭോഗങ്ങൾ നൽകും, നമുക്ക് അനുകൂലമായിട്ടുള്ള അനുഭവങ്ങൾ തരും. അപ്പോൾ എനിക്ക് ദുഃഖം വരികയില്ല. ഞാൻ 24 മണിക്കൂർ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടത്, എനിക്ക് ദുഃഖങ്ങളാണല്ലോ ദൈവമേ. ഇങ്ങനത്തെ ആൾക്കാരില്ലേ? ഭക്തന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ദുഃഖങ്ങൾ വരിക. അതെന്തിനാണ്? സുഖദുഃഖങ്ങൾക്ക് അപ്പുറം പോകണമെങ്കിൽ അത് വേണം. സുഖങ്ങൾ മാത്രമാകുമ്പോൾ നമ്മളിവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും, നമ്മൾ ദൈവത്തിനെ മറന്നു പോകും. എപ്പോഴും നമ്മൾ ഉള്ളൊരുക്കി എപ്പോഴാണ് ദൈവത്തിനെ വിളിക്കൽ? പ്രശ്നം വരുമ്പോൾ തന്നെ വിളിക്കാറുള്ളൂ. ഇല്ലെങ്കിലോ
ഒക്കെ നല്ല സുഖമാണ്, ഒക്കെ വളരെ ഹാപ്പി ആയിട്ട് പണ്ട് സന്ധ്യയ്ക്ക് വിളക്കോടി കത്തിക്കില്ല, അവരുടെ ബൾബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ടിങ് ഇട്ട് വെച്ചിട്ട് ഇവിടെ വന്ന് ടി വിന്നുമില്ല, ആ സുഖം. അമ്മായിയമ്മയും മരുമോളുള്ള പോര് കണ്ടുകൊണ്ടിരിക്കും. ഇത് യഥാർത്ഥ ജീവിതത്തിൽ വരാൻ തുടങ്ങിയാൽ ഒരു മരുമോൾ കയറി വന്നു വീട്ടിൽ, എന്നും പ്രശ്നമാണ്, എൻ്റെ കൃഷ്ണ ഇങ്ങനെ ഒരു സാധനത്തിനാണ് എനിക്ക് തന്നത്, അപ്പം കൃഷ്ണനെ വിളിക്കും. ഇത് അന്യൻ്റെ നാട്ടിൽ നിന്ന് ടി വി കാണുക പറഞ്ഞാൽ വേറൊരാളെ വീട്ടിൽ സംഭവിക്കുന്ന കണ്ട് നമ്മൾ ഹാപ്പിയാണ്, ആസ്വദിക്കുന്നുണ്ട്. അവനെൻ്റെ വീട്ടിലാകുമ്പോഴോ കൃഷ്ണ പ്ലീസ് സോൾവ് ഇറ്റ്. എത്ര സ്വാർത്ഥരാണ് നോക്കും. നമ്മൾ നമ്മളുടെ ചിന്താഗതി മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ ഭക്തരൊക്കെ ആണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര ദുഷ്ടരാണ്, അത്ര ശിഷ്ടരൊന്നല്ല. ഭഗവത്ഗീത മുഴുവൻ നമ്മളെ സ്വയം അവലോകനം ചെയ്യാൻ പഠിപ്പിക്കും. ഞാൻ എവിടെയാണ് എൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് നടക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ ലോകം എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്, എന്തുകൊണ്ടാണ് ഈ അനുഭവം വരുന്നത്. എല്ലാ അനുഭവങ്ങൾക്കും സാക്ഷിയായിട്ട് മാറണം. അതാണ് ഭഗവാൻ പറയുന്നത്. അനുഭവങ്ങളൊക്കെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ദേഹത്തിൻ്റെയും തലത്തിലുള്ളൂ, ആത്മാവിൻ്റെ തലത്തിലില്ല. ആത്മാവ് ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്നു. ആത്മപ്രകാശത്തിൽ അനുഭവങ്ങൾ പ്രകാശിപ്പിക്കപ്പെടുന്നു. തസ്യ ഭാസ സർവമിതം വിഭാതി, കഠോപനിഷത്തിൽ പറയുന്നതാണ് മന്ത്രം. ആ പ്രകാശത്തിൽ എല്ലാം പ്രകാശിപ്പിക്കപ്പെടുന്നു. അങ്ങനെ അനുഭവങ്ങൾക്ക് സാക്ഷിയാകുന്ന ആത്മാവാണ് ഞാൻ. ഇതാണ് 2-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. ഇനി ആ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാനാണ് മുന്നോട്ട്. ഈ ഓർമ്മ വേണം. അപ്പോൾ സുഖമായാലും ദുഃഖമായാലും ഒക്കെ നമ്മൾ മാറി നിൽക്കാൻ പഠിക്കണം. കുന്തിദേവിയുടെ സ്തുതി പോലെ എന്ന് പറയാം. കുന്തിദേവി ദുഃഖങ്ങൾ മാറി നിന്നിട്ട്, ദുഃഖത്തിലും ശ്രീകൃഷ്ണനെ കാണാൻ സാധിക്കുക, സുഖത്തിലും ശ്രീകൃഷ്ണനെ കാണാൻ സാധിക്കുക, അനുഭവങ്ങളിൽ ഈശ്വര സാന്നിധ്യം കാണാൻ സാധിക്കുക. വിഷയങ്ങളിൽ ഈശ്വര സാന്നിധ്യത്തെ കാണിക്കുന്നതാണ് ഉപനിഷത്ത് പഠനങ്ങളൊക്കെ. എന്ത് അനുഭവം വന്നാലും അതിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഉപനിഷത്ത് ആ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഭഗവത്ഗീത ഉപനിഷത്ത് സാരസംഗ്രഹമാണ്. എല്ലാ ഉപനിഷത്തും കൂടി ചേർന്ന് അതിൻ്റെ എസൻസാണ് ഭഗവത്ഗീത. അപ്പോൾ ഇതും ആ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അനുഭവത്തിൽ നിന്ന് മാറി നിൽക്കുക. ശ്രീകൃഷ്ണൻ തന്നെയാണ് ഏറ്റവും നല്ല ഉദാഹരണം. ഇത് ഉപദേശിച്ച ആൾ. മൂപ്പര് വെറുതെ പറഞ്ഞിട്ടൊന്നുമില്ല. ലുക്ക് അറ്റ് മീ, അവസാനം തന്നെ പറയുന്നു, എന്നെ നോക്കി പഠിക്കുന്നു. കാരണം ഭഗവാന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഭഗവാന്റെ പുഞ്ചിരി മാഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ ഓൾവേസ് സ്മൈലിംഗ്. നമ്മളുടെ ദൈവങ്ങളൊന്നും ഇങ്ങനെ ഒരു വളരെ നിസ്സഹായ അവസ്ഥയിൽ ഒരു ദൈവം നമ്മൾ ഹിന്ദു സിസ്റ്റത്തിൽ കാണുകയില്ല. നിസ്സഹായനായിട്ട് ഒരു ദൈവത്തിനും കാണില്ല. ഒന്നിലും വളരെ ശാന്തമായിട്ട് അനുഗ്രഹിക്കുന്ന രൂപമായിരിക്കും, ഇല്ലെങ്കിൽ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്ന രൂപങ്ങളായിരിക്കും. ആയുധം ഏന്തിയ ദൈവവും ശാന്തി തരുന്ന ദൈവം. എന്നെ ആരെയും സഹായിക്കൂ പറഞ്ഞൊരു ദൈവം ഹിന്ദുവിനില്ല. സൃഷ്ടിയോട് പറയാണ്, സൃഷ്ടാവായി എന്നെ രക്ഷിക്കൂ, എനിക്കെതിരെ പറയുന്നവരൊക്കെ തല വെട്ടിക്കളയും. ഇങ്ങനെ ഒരു ദൈവം ഉണ്ടാവുക? അയാളെ സൃഷ്ടിച്ചതാരാണ്? ഈ ദൈവം തന്നെയല്ലേ. എന്നാൽ പിന്നെ സൃഷ്ടിക്കാതിരുന്നാൽ പോരെ അല്ലേ? തിരിച്ച് ചോദിക്കുമ്പോൾ ഉത്തരമില്ല. ഇതിന് ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ. നമുക്ക് കർമ്മം ചെയ്യാനുള്ള ഓരോ ഫീൽഡ് അനുഭവ മണ്ഡലങ്ങൾ രൂപപ്പെടുമ്പോൾ കർമ്മങ്ങൾ യജ്ഞഭാവനയിൽ ചെയ്യാം. ബാക്കിയെല്ലാം പ്രകൃതി നോക്കിക്കോളും. സിമ്പിളാണ് കാര്യങ്ങൾ. നമ്മളെ കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് ദൈവം തരുണ്ടോ അങ്ങനെ ഈ കുട്ടികൾ ചെടി കുഴിച്ചിട്ടിട്ട് ഡെയിലി പോയിട്ട് വലിച്ചു നോക്കില്ലേ, വേര് വന്നു, അതുപോലെ ആവരുത്. അത് മണ്ണിൽ കുത്തിക്കഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അത് വളർന്നോളും. ഇതെപ്പോഴും ഓർമ്മിക്കണം. മനസ്സിൽ ഈ ഭാവം ഉണ്ടോ അല്ല. ഈ വിത്ത് വിതയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ പറയാം. അപ്പോൾ വിത്ത് മണ്ണിൽ വീണാൽ മതി, നനവ് തട്ടി അത് മുളച്ച് വന്നോളും എന്ന് പറഞ്ഞ പോലെ നമ്മൾ കർമ്മങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. അത് അതിൻ്റെ വഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഇവിടെയാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം. ഈശ്വരൻ്റെ പ്രസാദമായിട്ട് അത് സ്വീകരിക്കണം. അതെല്ലാവർക്കും അവകാശപ്പെട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ സന്തോഷം എന്ന് പറഞ്ഞാൽ ആ സന്തോഷം എല്ലാവർക്കും കൂടിയിട്ട് ഷെയർ ചെയ്യണം. പാർട്ടി പറഞ്ഞിട്ട് അവിടെ തുള്ളിച്ചാടാനുള്ളതല്ല. എന്തെങ്കിലും നല്ല കാര്യം വെപ്പില്ല. ഒരു റിസൾട്ട് 90% മാർക്ക് ചിലവില്ലേ പാർട്ടി, ഇതാണ് പറയുന്നത് ആക്ച്വലി. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഉൾട്ടയാണ്. അങ്ങനെ നമ്മളുടെ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവെക്കുക. എൻ്റെ കഴിവ് കൊണ്ട് മാത്രമല്ല, അതിനകത്ത് ഈശ്വരൻ്റെ അനുഗ്രഹം കൂടി വന്നു. അത് കാരണം ഈ നേട്ടങ്ങൾ ഉണ്ടായി. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അതെല്ലാവരുമായിട്ട് നമുക്ക് ആ സന്തോഷം പങ്കുവെക്കുക. ഇതുപോലെ എല്ലാം സന്തോഷം എന്ന് പറയുമ്പോൾ ദുഃഖങ്ങളും വന്നു. പരസ്പരം ബന്ധിച്ചുകൊണ്ടും സഹകരിച്ചും കൊണ്ടും വേണം ജീവിക്കാൻ. അല്ലാതെ ഇവിടെ ഈ ഭൂമിയിൽ ഞങ്ങൾ മാത്രം മതി എന്ന് പറയുന്ന ഒരാളും ഒരു ജീവിയും ഭൂമിയിലുണ്ടായിട്ടില്ല. ഈ ഡിനോസറിൻ്റെ കാലം മുതലേ അറിയാം. അത് കുറേ കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു വംശനാശമാണ് സംഭവിച്ചത്. പ്രകൃതി രണ്ടാമത് ഒന്ന് സെറ്റാക്കി വെക്കും വീണ്ടും. അങ്ങനെയുണ്ട് ചില മതങ്ങൾ. ഇവിടെ ഞങ്ങൾ മാത്രം മതി, അതങ്ങനെ തന്നെ തീർന്നു. അതൊക്കെ പ്രകൃതിക്കാവുന്ന ഇഷ്ടമല്ല. പ്രകൃതിയിൽ ഈ ഭിന്നതകളൊക്കെ ഉണ്ട്. അതിങ്ങനെ തന്നെ
അതിങ്ങനെ ബാലൻസ് ചെയ്ത് പോകും. ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാനേ പറ്റുള്ളൂ. ഇതിൽ നമുക്ക് വന്നു ചേർന്ന നിയോഗം എന്താണോ അത് ഇതുപോലെ ഭംഗിയായിട്ട് ചെയ്തു പോവാം. 12ാമത്തെ ശ്ലോകം വരെ ആയി. ഇനി നമുക്ക് അത്രയും ഇതും കൂടി ഒന്ന് പറഞ്ഞു നിർത്താം. യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭുഞ്ജതേ തേ തുകം പാപ ഏ ഭജന്ത്യാത്മകാരണാത്. എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടതിനെ സ്വന്തമായിട്ട് വെക്കുന്നവനെ ഭഗവാൻ കള്ളൻ എന്ന് പറഞ്ഞു, മുമ്പ് പറഞ്ഞു. അവരൊക്കെ എല്ലാവർക്കും കൂടി അവകാശപ്പെട്ട സ്വന്തമായിട്ട് വെക്കുന്ന ആൾക്കാർ കള്ളന്മാരാണെന്ന് പറഞ്ഞു. 12ാമത്തെ ശ്ലോകത്തിൽ 13ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഒന്നും കൂടി പറയും. യജ്ഞം ചെയ്തു ശേഷിക്കുന്ന വസ്തുക്കളെ ഭുജിക്കുന്ന സജ്ജനങ്ങൾ സകല പാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു. എന്നാൽ തങ്ങൾക്ക് വേണ്ടി മാത്രമായി പാചകം ചെയ്യുന്ന അധാർമികർ പാപത്തെയാണ് ഭുജിക്കുന്നത്. യജ്ഞം ചെയ്ത് കിട്ടുന്ന ഫലങ്ങൾ എന്താണ്? സുഖവും സന്തോഷവും ശാന്തിയും ഒക്കെ അതെല്ലാവർക്കും കൂടി കൊടുക്കണം. അവരെ ഭഗവാൻ ധാർമ്മികർ എന്ന് പറഞ്ഞു. അവരാണ് ധാർമ്മികർ. ഇതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ അമ്പലത്തിൽ നിന്ന് പ്രസാദം ഇപ്പോൾ പറഞ്ഞു. യജ്ഞത്തിൻ്റെ ഫലമായിട്ടാണ് പ്രസാദമായി കൊണ്ടുവരുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും കൂടി കൊടുക്കാം. അതിൽ നമ്മൾ സന്തോഷം കാണണം. വാങ്ങുന്ന ആളും സന്തോഷത്തോടു കൂടി അത് വാങ്ങും. അത് ധാർമ്മികമാണ്. ഇതുകൊണ്ട് മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിൽ നല്ലൊരു പുരോഗതി ഉണ്ടായി. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് കുറച്ച് നല്ല കാര്യങ്ങൾ, നല്ല കാലങ്ങൾ, സമ്പത്തൊക്കെ വരാൻ തുടങ്ങി. കഴിയുമ്പോൾ അത് പൊതു നന്മയ്ക്കായിട്ടുള്ള വിധത്തിൽ നമ്മൾ ഉപയോഗിക്കാം. ആളെ കാണിക്കാനല്ല. ഗോപാലകൃഷ്ണൻ വക അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. അത് നമ്മളവിടെ ഭഗവാന് സമർപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിനറിയാം അതെന്താണ് എന്നുള്ളത്. ഇങ്ങനെ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന വിധത്തിൽ എന്തെങ്കിലും വേണമെങ്കിൽ എഴുതി വെക്കാം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഈ അമ്പലത്തിലേക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു എന്ന് വിചാരിക്കാം. എന്തെങ്കിലും ഒരു നന്മ, ഒരു വിളക്ക് വാങ്ങിക്കൊടുക്കും അല്ലെങ്കിൽ. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമ്മൾ എഴുതി വെക്കാം ഭഗവത്ഗീത വിദ്യാർത്ഥികൾ നൽകിയത്. അപ്പോൾ എന്താണ്, ബാക്കിയുള്ളവർക്കൊരു പ്രചോദനം ഉണ്ടോ? ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ അമ്പലത്തിൽ. അതിലൊരു വ്യക്തിക്കല്ല, ആ ഒരു പ്രയത്നം, ഭഗവത്ഗീത ക്ലാസ് എന്നുള്ള പ്രയത്നത്തിന് ബലമുണ്ട്. അതിൻ്റെയാണ് നമ്മൾ കാണിക്കുന്നത് ദൈവാനുഗ്രഹം. അങ്ങനെ നമുക്ക് ചെയ്യാം. സ്വന്തം പെയിൻ്റ് അടിക്കാനാണെങ്കിൽ അത് പിന്നീട് പ്രശ്നമാണ്. ഇവിടെ ഭഗവാൻ പറഞ്ഞു യജ്ഞം ചെയ്ത് ശേഷിക്കുന്ന വസ്തുക്കളെ ഭുജിക്കുന്ന സജ്ജനങ്ങൾ. യജ്ഞം ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കിട്ടുക? നമുക്ക് മനസ്സമാധാനം. ഇപ്പം പറഞ്ഞു യജ്ഞം പറഞ്ഞു. അപ്പം അതിനെ അനുഭവിക്കുന്ന സജ്ജനങ്ങൾ അവർ സകല പാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു. പാപം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ദുഃഖം കൊണ്ടുവരുന്ന, നമ്മളെ ഈശ്വരനിൽ നിന്നും അകറ്റുന്ന സകല അനുഭവങ്ങളും കർമ്മങ്ങളും പാപമാണ്. അതെത്ര സൽക്കർമ്മമായിട്ട് മുന്നോട്ട് ബാഹ്യമായിട്ട് തോന്നിയാലും അത് നമുക്ക് ആത്യന്തികമായിട്ട് ദുഃഖം, നമ്മളെ ഈശ്വരനിൽ നിന്ന് അകറ്റുന്ന വിധത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ പാപകർമ്മം. അല്ലാതെ ചില മതങ്ങളിൽ എങ്ങനെയാണ്, കുറച്ച് നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച പുണ്യം, നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ പാപം. ഹിന്ദുവിന് അങ്ങനെയില്ല. ഹിന്ദുവിന് ഓരോ കർമ്മവും സാഹചര്യം, വ്യക്തികൾ, അതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം, ചെയ്യുന്ന ആളുടെ മനോഭാവം, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് പുണ്യമാണോ പാപമാണോ എന്നൊക്കെ പറഞ്ഞു. ചില സമയത്ത് ആളെ കൊല്ലുന്നത് പുണ്യമാണ്. ദൈവങ്ങളും കൊന്നിട്ടുണ്ട്. പാപം എന്ന് പറഞ്ഞാൽ ചിലപ്പം നല്ല കാര്യങ്ങളും ചെയ്യുന്നത്, അത് പാപം. ദക്ഷയാഗം ആണ് ഉദാഹരണം. ചെയ്തത് യാഗമൊക്കെ തന്നെയാണ്, പക്ഷേ ആത്യന്തികമായിട്ട് എല്ലാവർക്കും പ്രശ്നമായി പാപകർമ്മം. അപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കണം, ഞാൻ ചെയ്യുന്ന പുണ്യമാണോ പാപമാണോ എന്നുള്ളത്. പലപ്പോഴും അങ്ങനെ ഉണ്ടാവും. ഇവിടെ പറയുന്നു സകല പാപങ്ങളിൽ നിന്നും മുക്തം. പാപത്തിൽ നിന്നും മുക്തരാകുമെന്ന് ശരിക്കും പറയുകയാണെങ്കിൽ പുണ്യവും പാപവും ഒക്കെ അഹങ്കാരം ഉള്ളിടത്തോളം കാലമാണ് ഉള്ളൂ. അപ്പം ശരിക്കും പാപത്തിൽ നിന്ന് മുക്തരാവുക എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിൽ നിന്ന് മുക്തരാവുക. ഇതെത്രയൊക്കെ ചെയ്താലും ഇത് ഇത്തിരി ഉണ്ടാവും. ഈ വെളുത്തുള്ളീൻ്റെ മണം പോലെ എന്ന് പറയും. എങ്ങനെയൊക്കെ പാത്രം കഴിച്ചാൽ ഇത്തിരി വെളുത്തുള്ളീൻ്റെ മണം ഉണ്ടാവും പറഞ്ഞു. അതുപോലെ ഈ അഹങ്കാരം പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഇങ്ങനെയോ കർമ്മങ്ങളിലൂടെ യജ്ഞഭാവനയുള്ള കർമ്മങ്ങളിലൂടെ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് മാത്രമേ അഹങ്കാരനാശത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ചില ആശ്രമങ്ങളിലൊക്കെ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന ആശ്രമങ്ങളിൽ തന്നെ ഇവിടെ ധ്യാനം മാത്രമേ പഠിപ്പിക്കൂ. ധ്യാനത്തെ കുറിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ചിത്തശുദ്ധി ഇല്ലാതെ ധ്യാനം ചെയ്യാൻ പോയാൽ, ധ്യാനം പറഞ്ഞിട്ടുണ്ട്, എന്താവും? ഉള്ളിലെ മാലിന്യങ്ങളെല്ലാം കൂടി ഏകാഗ്രമാവാൻ തുടങ്ങും, കോൺസെൻട്രേറ്റഡ് ആവും. പിന്നെ അവർ ചെയ്യുന്നതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും. ഇതൊക്കെ ബാലൻസ്ഡ് ആയിരിക്കണം. കർമ്മം വേണം, ഭക്തി വേണം, ജ്ഞാനം വേണം, ധ്യാനം വേണം. ഇതെല്ലാം കൂടി ചേർന്നാൽ സാധനയാവും. അതിലാണ് പുരോഗതി.
പിന്നെന്ത് പറഞ്ഞു, എന്നാൽ തങ്ങൾക്ക് വേണ്ടി മാത്രമായി പാചകം ചെയ്യുന്ന അധാർമികർ, അവനവന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരെ ഭഗവാൻ വിളിക്കുന്ന അധാർമികർ. ഞാനും എൻ്റെ കെട്ടിയോളും ഓളെ തട്ടാനും, അങ്ങനെ കുറച്ച് ആൾക്കാരില്ലേ, ഞങ്ങൾ മാത്രം മതി ഇവിടെ. അങ്ങനത്തെ ആൾക്കാരെ ഭഗവാൻ അധാർമികർ. നമ്മളുടെ കർമ്മം അവനവനും മറ്റുള്ളവർക്കും ഗുണകരമാവുന്ന വിധത്തിലാവണം. സ്വാർത്ഥമായിട്ട് ജീവിക്കുന്നവരെ ഭഗവാൻ അധാർമികർ. അധാർമികതയുടെ ബലം എന്താണ്? ദുഃഖാനുഭവങ്ങളാണ്. മനസ്സമാധാനം ഉണ്ടാവില്ല ഒരിക്കലും. എത്രയൊക്കെ പൈസ കോടിക്കണക്കിന് കൊണ്ടുവച്ചാൽ സമാധാനമില്ല. എപ്പോഴാണ് റെയ്ഡ് വരിക എന്നറിയില്ല. രാത്രി കിടന്ന ഉറക്കമില്ല. നമുക്കാർക്ക് ആ പ്രശ്നമൊന്നുമില്ല. കിടന്നു കഴിഞ്ഞാൽ നല്ല ഉറക്കം, കാരണം കൊണ്ടുപോകാനൊന്നുമില്ല. കള്ള നീ വന്നിട്ട് എൻ്റെ ഇവിടെ വെച്ചിട്ട് പോയിക്കോട്ടോ. അതാണ് സ്ഥിതി. കൊണ്ടുപോകുന്നത് കാരണം നമ്മളങ്ങനെ പറ്റിക്കാൻ പോയിട്ടില്ല ആരും. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. നമ്മളുള്ളതുകൊണ്ട് ഹാപ്പിയാണ്. ഭഗവാൻ എന്ത് തരുന്നു അത് മതി. ആരെയും പറ്റിക്കാൻ പോകുന്നവർക്കൊക്കെ ഈ പ്രശ്നമുള്ളൂ. എന്തൊക്കെ നമ്മൾ നേടിയാലും അധാർമികമായിട്ടാണ് നേടിയെങ്കിൽ ഒരു മനസാക്ഷി കുത്ത് ഉണ്ടാവും ഉള്ളിൻ്റെ ഉള്ളിൽ. എവിടെയോ ഒരു കുത്തൽ അനുഭവപ്പെടും. അതാണ് അയാളുടെ പ്രശ്നം. ജീവിതത്തിൽ ശാന്തി ഉണ്ട്. നമ്മൾ ചെയ്തതും ഓക്കെ, നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ചെയ്തതൊക്കെ ഓക്കെ ആണെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് എങ്ങനെയാണ്, നമ്മളിനി എന്തൊക്കെയോ ചെയ്തിട്ട് മനസ്സിൽ അങ്ങനെ ഒരു വേദന തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാ എൻ്റെ അടുത്ത് ഞാൻ സ്ലിപ്പായി പോയിട്ടുണ്ട്, കറക്ഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പം അധാർമികരായിട്ട് ജീവിക്കരുത് എന്ന് പറയുമ്പം ഇതാണ് നമുക്ക് വരുന്ന നല്ല നല്ല അനുഭവങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക, അതിൽ വഴിയും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക, സ്വാർത്ഥത ഇല്ലാതെ ജീവിക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ ഈശ്വരനിലേക്ക്, ആനന്ദത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. ഇതാണ് 13ാമത്തെ ശ്ലോകം വരെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇനി ഈ സൃഷ്ടിയുടെ യജ്ഞചക്രത്തിനെ കുറിച്ചാണ് പറയുന്നത് 14ാമത്തെ ശ്ലോകം മുതൽ.